ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പറങ്കിപ്പടയുടെ മുന്നേറ്റം. റൗണ്ട് ഓഫ് 32-ൽ ഒരു ഗോളിനും പിന്നിട്ട് നിന്ന ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ഗോൺസാലോ റാമോസിന്റെയും ഗോളുകളിൽ പോർച്ചുഗൽ കളി തിരിച്ചു പിടിക്കുകയായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിതമായി പിരിഞ്ഞു. എന്നാൽ രണ്ടാം പകുതി കളി തുടങ്ങിയ മിനിറ്റുകൾക്കകം പോർച്ചുഗലിനെ ഞെട്ടിച്ചുകൊണ്ട് ക്രൊയേഷ്യ ലീഡെടുത്തു. 52-ാം മിനിറ്റിൽ ജോസിഫ് സ്റ്റാനിസിച്ചിന്റെ ക്രോസിൽ നിന്നും ഇവാൻ പെരിസിച്ച് പോർച്ചുഗൽ വല കുലുക്കി. തൊട്ടു പിന്നാലെ ഇഗോർ മാറ്റനോവിച്ച് ക്രൊയേഷ്യക്കായി രണ്ടാം ഗോൾ നേടിയെങ്കിലും അത് ഓഫ്സൈഡ് കെണിയിൽ കുടുങ്ങി. ഈ ഓഫ്സൈഡ് വിളി പോർച്ചുഗലിനെ ഉണർത്തി. ലിയാവോയുടെ ഒരു തകർപ്പൻ ഷോട്ട് പോസ്റ്റിലടിച്ചു മടങ്ങി. വൈകാതെ റൊണാൾഡോ എടുത്തൊരു മാന്ത്രിക ചിപ്പ് വലയിലെത്തിയെങ്കിലും ലൈൻസ്മാൻ ഓഫ്സൈഡ് ഫ്ലാഗ് ഉയർത്തിയിരുന്നു. എന്നാൽ 67-ാം മിനിറ്റിൽ പോർച്ചുഗൽ കാത്തിരുന്ന നിമിഷമെത്തി. കോർണർ കിക്കിനിടെ റെനാറ്റോ വിയേഗയെ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്തതിന് VAR പരിശോധനയിലൂടെ റഫറി പോർച്ചുഗലിന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ലിവാക്കോവിച്ചിനെ കീഴടക്കി പോർച്ചുഗലിന് സമനില സമ്മാനിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ റൊണാൾഡോയുടെ 11ാം ഗോൾ കൂടിയായിരുന്നു ഇത്. ലോകകപ്പ് നോക്കൌട്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടുന്ന ആദ്യ ഗോൾ കൂടിയാണിത്. സമനിലയ്ക്ക് ശേഷം ഇരു ടീമുകളും കനത്ത ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. മാറ്റിയോ കൊവാസിച്ചിന്റെ മാരക ഷോട്ടുകൾ ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റ അവിശ്വസനീയമായി തട്ടിയകറ്റി. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് ഉറച്ചിരിക്കുകയാണ്. 94-ാം മിനിറ്റിൽ ലിയാവോയുടെ മനോഹരമായ ഒരു ക്രോസിൽ ഉയർന്ന ചാട്ടത്തിലൂടെ ഗോൺസാലോ റാമോസ് തലവെച്ച് പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടുന്നത്. സ്റ്റേഡിയം അത്യന്തം ആവേശത്തിലായെങ്കിലും നാടകീയത അവിടെയും തീർന്നില്ല. കളി അവസാന നിമിഷത്തിലേക്ക് കടക്കവേ ക്രൊയേഷ്യയുടെ ഗാർഡിയോൾ പന്ത് പോർച്ചുഗൽ വലയിലെത്തിച്ചു. ക്രൊയേഷ്യൻ സമനില ആഘോഷിച്ചെങ്കിലും VAR പരിശോധനയിൽ മരിയോ പസാലിച്ച് ഓഫ്സൈഡ് ആയതിനാൽ റഫറി ഗോൾ നിഷേധിച്ചു. ഒടുവിൽ പോർച്ചുഗലിന് ആവേശ ജയം. ജൂലൈ 6-ന് ഡല്ലസിൽ വെച്ച് നടക്കുന്ന ഹൈ വോൾട്ടേജ് പ്രീ ക്വാർട്ടറിൽ കരുത്തരായ സ്പെയിനാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.